ഓം നമ ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം മഹാദേവ്യേ നമ. സൗന്ദര്യലഹരി രണ്ടാമത്തെ സ്തോത്രം. തനീയാംസം പാംസും തവ ചരണപങ്കേരുഹഭവം വിരിഞ്ചി സഞ്ചിന്വൻ വിരജയതി ലോകാനവികലം വഹത്യേനം ശൗരിഃ കഥമപി സഹസ്രേണ ശിരസാം ഹരഃ സംക്ഷുദ്ധ്യൈനം ഭജതി ഭസിതോദ്ധൂളനവിധിം. വാച്യാർത്ഥം: തനീയാംസം ഏറ്റവും സൂക്ഷ്മമായ, പാംസും പൊടി, തവ അവിടുത്തെ, ചരണപങ്കേരുഹ ഭവം ചരണങ്ങളാകുന്ന പങ്കേരുഹത്തിൽ ഭവിച്ചത്, അവിടുത്തെ തൃപ്പാദങ്ങളാകുന്ന താമരയിൽ ഉണ്ടായ പൂമ്പൊടിയിൽ ഏറ്റവും ചെറിയ ഒരു കണം. വിരിഞ്ചി ബ്രഹ്മാവ്, സഞ്ചിന്വൻ സമ്പാദിച്ച്, വിരചയതി വിശേഷേണ രചിക്കുന്നു, ലോകാൻ ഈ ലോകങ്ങളെ, ഈ ബ്രഹ്മാണ്ഡത്തെ, അവികലം വികലതയില്ലാതെ. അപ്പോൾ ബ്രഹ്മാവ് അമ്മയുടെ തൃപ്പാദങ്ങളാകുന്ന താമരയിലുണ്ടായ പൂമ്പൊടിയിലെ ഒരു ചെറിയ കണികയെ സമ്പാദിച്ച് വിശേഷേണ ഈ ലോകത്തെ ഒരു വികലതയുമില്ലാതെ രചിക്കുന്നു. മൂന്നാമത്തെ വരി: വഹതി ഏനം വഹത്യേനം. വഹതി വഹിക്കുന്നു, ഏനം ഇതിനെ, ഈ ബ്രഹ്മാണ്ഡത്തെ, ശൗരി അതായത് വിഷ്ണു, സംഘർഷണമൂർത്തി, ബലഭദ്രസ്വാമി എന്നെല്ലാം പര്യായം, ഇവിടെ വിഷ്ണു എന്നർത്ഥം എടുക്കുക. അപ്പം വഹതി ഏനം ശൗരി, ഈ സൃഷ്ടമായിരിക്കുന്നതായ ബ്രഹ്മാണ്ഡത്തെ, ഏനം വഹതി വഹിക്കുന്നു, ശൗരി വിഷ്ണു, കഥമപി എങ്ങനെയോ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, സഹസ്രേണ അനന്തം എണ്ണമില്ലാത്ത അത്രയും, ശിരസാം തലകൾ കൊണ്ട്. അപ്പോൾ വിരചിതമായിരിക്കുന്ന ഈ ബ്രഹ്മാണ്ഡത്തെ എണ്ണമില്ലാത്തതായ അത്രയും തലകൾ കൊണ്ട് കൃത്യമായി പറയാനാവാത്ത വിധത്തിൽ എങ്ങനെയൊക്കെയോ വിഷ്ണു ഈ ബ്രഹ്മാണ്ഡത്തെ പരിപാലിക്കുന്നു, അല്ലെങ്കിൽ നിലനിർത്തുന്നു. നാലാമത്തെ വരി: ഹരഹ്. രകാരം കഴിഞ്ഞ് വിസർഗമുണ്ട്, ഹരഹ എന്ന് പറയില്ല, പക്ഷേ അടുത്ത വാക്ക് ചേർത്ത് ഹരഃ സംക്ഷുദ്ധ്യൈനം എന്ന് പറഞ്ഞാൽ മതി. ഹരഃ സംക്ഷുദ്ധ്യൈനം, ഹര ഹരൻ, സംക്ഷുതം ഏനം സംക്ഷുദ്ധ്യൈനം, സംക്ഷുതം ഏനം സംക്ഷുദ്ധ്യൈനം. ഏനം ഇതിനെ, ഈ വിരചിതമായിരിക്കുന്ന ഈ ബ്രഹ്മാണ്ഡത്തെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ, സംക്ഷുതം പൊടിക്കുന്നു, എന്നിട്ടോ ഭജതി അനുഷ്ഠിക്കുന്നു. എന്തനുഷ്ഠിക്കുന്നു? ഫസിത ഉദ്ധാളന വിധിം. ഫസിത ഉദ്ധാളനം, ഫസിതോദ്ധാളനം. ഫസിതം ഭസ്മം, ഉദ്ധാളനം ധാരണം ചെയ്യുക, വിധിം നിഷ്ഠ. അപ്പോൾ ഹരൻ ഈ പ്രപഞ്ചത്തെ സംക്ഷുതം ചെയ്തു പൊടിച്ച് ഭസ്മധാരണ വിധിയെ അനുഷ്ഠിക്കുന്നു എന്ന് സാരം. അമ്മേ, അവിടുത്തെ തൃപ്പാദങ്ങളാകുന്ന ആ പങ്കേരുഹത്തിലുണ്ടായ പൂമ്പൊടിയിലെ ഒരു ചെറിയ കണം ബ്രഹ്മാവ് സമ്പാദിച്ച് യാതൊരു വികലതയുമില്ലാതെ വിശേഷേണ ഈ പ്രപഞ്ചത്തിൻ്റെ രചന ചെയ്യുന്നു. അനേകം തലകളുകൊണ്ട് വിഷ്ണു എങ്ങനെയൊക്കെയോ അതിനെ പരിപാലിക്കുന്നു, നിലനിർത്തുന്നു ഈ പ്രപഞ്ചത്തെ. ഹരൻ അതിനെ പൊടിച്ച് തന്നോട് ചേർത്ത് ഭസ്മധാരണ വിധി അനുഷ്ഠിക്കുന്നു. അപ്പോൾ അമ്മയുടെ മഹിമ, അമ്മയുടെ പാതാരവിന്ദങ്ങളിലെ ഒരു പൂമ്പൊടിയിൽ കൂടിയാണ് ഇത്രയും ബൃഹത്തായിരിക്കുന്ന ഈ പ്രപഞ്ചരചന തന്നെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ മഹത്വം എത്രയോ വലുതാണ്. അങ്ങനെയുള്ള അമ്മയെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും
നമിക്കുവാനുമൊക്കെ പുണ്യം ചെയ്തിട്ടില്ലാത്തവരുടെ കാര്യം ഞാൻ എന്തു പറയട്ടെ എന്ന ഒന്നാമത്തെ ശ്ലോകത്തിലെ ആ ആശയം കൂടി ഒന്നിവിടെ ഉൾക്കൊള്ളുക. ഈ സ്തോത്രത്തിൻ്റെ ആവർത്തിച്ചുള്ള ജപത്തിൽ കൂടി ഹ്രീം എന്ന മായാബീജാക്ഷരം എന്നാ വിളിക്കുക. ഹ്രീം അതിനെ മായാബീജാക്ഷരം, അതായത് മായയെ അതിജീവിക്കുവാനുള്ളതായ ശക്തി തരുന്നതായ ബീജാക്ഷരം. ആ മായാബീജാക്ഷരത്തിൻ്റെ ദേവത, ഹ്രീം എന്ന ബീജാക്ഷരത്തിൻ്റെ ദേവതയുടെ പ്രസാദം നമ്മുടെ ഉള്ളിലുണ്ടാകും. അതായത് രജോ ഗുണത്തെയും തമോ ഗുണത്തെയും അതിജീവിക്കുവാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാകും. പ്രകൃതിയെ ജയിക്കാൻ സാധ്യമാകും എന്ന് സാരം. സാത്വിക ഗുണം വളരെയധികം വർദ്ധിപ്പിക്കാൻ സാധ്യമാകും എന്ന് സാരം. മറ്റുള്ളവരെ സ്വാധീനിക്കാനും അന്യരുടെ ബഹുമാനത്തിന് പാത്രീഭവിക്കുവാനും ഈ പ്രകൃതി ജയം സിദ്ധമായിട്ടുള്ളവർക്ക് സാധിക്കും. അയും വാഗ്ബീജം, ക്ലീം കാമകൂടരാജ ബീജം, അതുപോലെ ഹ്രീം മായാബീജം എന്നാ പറയുക. വളരെ ശക്തിമത്തായിരിക്കുന്ന ബീജാക്ഷരമാണ് ഹ്രീം. പഞ്ചദശാക്ഷരി ശ്രീവിദ്യാ മന്ത്രത്തെ 3 കൂടങ്ങളായിട്ടാണ് പറയുക. ഒന്നാമത്തെ ക എ ഇ ള ഹ്രീം, അത് വാഗ്ഭവകൂടം. ഹ സ ക ഹ ള ഹ്രീം മധ്യകൂടം. സ ക ള ഹ്രീം അത് ശക്തികൂടം. ഈ 3 കൂടങ്ങളും ഹ്രീം എന്ന ബീജാക്ഷരത്തിലാണ് അവസാനിക്കുന്നത്. ഇതിൽ വാഗ്ഭവകൂടം ദേവിയുടെ മുഖമാണ്. ലളിതാ സഹസ്രനാമത്തിനകത്ത് പറയും ശ്രീമധു വാഗ്ഭവകൂടൈക സ്വരൂപമുഖ പങ്കജ. ഇനിയും മധ്യകൂടം ദേവിയുടെ കഴുത്തു മുതൽ അരക്കെട്ട് വരെയുള്ളതായ ഭാഗമാണ്. കണ്ടാധ കടി പര്യന്ത മധ്യകൂടസ്വരൂപിണി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ. ഇനി അടുത്ത ശക്തികൂടം, അത് അരക്കെട്ടു മുതൽ പാദം വരെയുള്ളതായ ഭാഗങ്ങളാണ്. ശക്തികൂടൈകതാപന്ന കട്ടി അധോഭാഗധാരിണി എന്ന് ലളിതാ സഹസ്രനാമത്തിനകത്ത് പറയും. ഈ ഹ്രീം എന്ന ബീജാക്ഷരത്തിലെ ഹ ദേവിയുടെ സ്ഥൂല ശരീരവും ര ദേവിയുടെ സൂക്ഷ്മ ശരീരവും ഈം ദേവിയുടെ കാരണ ശരീരവും അതിനുശേഷമുള്ളതായ ഹ്രീം അവിടുത്തെ ബിന്ദു അത് തുരീയവും. ഇങ്ങനെ സ്ഥൂല സൂക്ഷ്മ കാരണ തുരീയ അധിഷ്ഠാത്രിയായ ദേവിയെയാണ് ഹ്രീം എന്ന മായാ ബീജാക്ഷരം കൊണ്ട് ഭജിക്കുന്നത്. ആ ദേവീ ചൈതന്യത്തിൻ്റെ വർധനവ് നമ്മളിൽ ഉണ്ടാകുവാൻ വേണ്ടി എത്രാവർത്തി ഈ സ്തോത്രം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം ജപിക്കുക, ആ പ്രയോജനത്തെ സമ്പാദിക്കുക. ഇനിയും പ്രപഞ്ച സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ വിശാലമായ തലങ്ങൾ ഈ സ്തോത്രത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മൾ നോക്കുക, സൃഷ്ടിയുടെ ഉത്ഭവസ്ഥാനത്തെ ഒരു താമരയോടാണ് ഉപമിച്ചിരിക്കുന്നത്. എന്തിന്? അത് നമുക്കിനിയും അടുത്ത ഓഡിയോയിൽ ആ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ വിശാലമായ ആശയം മനസ്സിലാക്കാം. ഹരിയും നമസ്തേ. ഈശ്വരനോ ഈശ്വരിക്കോ പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല. എന്നാൽ എല്ലാ രൂപങ്ങളും ഈശ്വരനും ഈശ്വരിയുമാണ്. ഇതിൽ മനുഷ്യരൂപത്തിൽ ഈശ്വരനെ അല്ലെങ്കിൽ ഈശ്വരിയെ ഭജിക്കുവാനാണ് മനുഷ്യരായ നമുക്ക് താല്പര്യം. അതാണ് നമുക്ക് ഇണങ്ങുന്നത്. അതുകൊണ്ട് മനുഷ്യരൂപത്തിൽ നമ്മൾ ഈശ്വരനെ അല്ലെങ്കിൽ ഈശ്വരിയെ ഭജിക്കുന്നു. ഇതിൽ പാദങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. ഭഗവതിയുടെ പാതാരബിന്ദങ്ങളിൽ പൂജ ചെയ്യുക, ഭഗവതിയുടെ പാതാരബിന്ദങ്ങൾ എപ്പോഴും മനസ്സിൽ തെളിയണമേ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക. എന്താണ് പാദത്തിൻ്റെ പ്രാധാന്യം? നമ്മളെ താങ്ങി നിർത്തുന്നത് പാദമാണ്. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനം എന്താണോ ആ അധിഷ്ഠാനത്തെയാണ് നമ്മൾ ഭഗവത് പാദമായിട്ട് കാണുന്നത്. ഭഗവാന്റെയും ഭഗവതിയുടെയൊക്കെ പാദങ്ങളെ നമ്മൾ താമരയോടാണ് ഉപമിക്കുക. ഭഗവത് പാതാരവിന്ദങ്ങൾ, ഭഗവതിയുടെ പാതാരവിന്ദങ്ങൾ
താമരയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? ഇവിടെ പറയുന്നു, പാദങ്ങളാകുന്ന താമരയിലുണ്ടായ പൂമ്പൊടിയുടെ ഒരു ചെറിയ കണത്തിൽ നിന്നാണ് ഈ പ്രപഞ്ച സൃഷ്ടി ഉണ്ടായത് എന്ന് പറയുന്നു. അപ്പോൾ സൃഷ്ടിയുടെ അധിഷ്ഠാനത്തെ താമരയോട് ഉപമിച്ചിരിക്കുന്നു. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഇരിക്കുന്നതും താമരയിലാണ്. പുരാണങ്ങളിൽ ഒരു കഥയുണ്ട്. ബ്രഹ്മാവ് താമരയിലിരിക്കുന്നു, ചുറ്റും ജലം മാത്രം. താൻ ആരാണ്, എന്താണ് എന്നൊന്നും അറിയില്ല, പരിഭ്രമമുണ്ടാകുന്നു. തപ തപ എന്ന് അശരീരി കേൾക്കുന്നു, തപസ്സു ചെയ്യുന്നു. താമര ആരുടെ നാഭിയിൽ നിന്നാണോ ഉണ്ടായത് ആ നാരായണനെ കാണുന്നു, ജ്ഞാനം കിട്ടുന്നു, പിന്നീട് സൃഷ്ടി ആരംഭിക്കുന്നു എന്നൊക്കെ ഒരു കഥ. ഈ നാരായണൻ കിടക്കുന്നത് എവിടെയാ? നാരത്തിലാണ്, ജലത്തിലാണ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, പ്രപഞ്ചരചനയുടെ തുടക്കം പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നതായ ജലത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ചില ഗുണങ്ങളിൽ നിന്നാണ് എന്നാണ്. ജലത്തിന് രൂപം കൊടുക്കുവാനുള്ള ശേഷിയില്ല. പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സ്ഥൂലമായിരിക്കുന്നത് പൃഥ്വീതത്വമാണ്. അതായത് രൂപവും സ്ഥിരതയും കൊടുക്കാൻ പറ്റാവുന്ന തലത്തിലേക്ക് ഊർജം ഘനീഭവിക്കുന്നതാണ് പൃഥ്വീതത്വം. ഈ പൃഥ്വീതത്വത്തിലെ ഗുണങ്ങളെയും ജലത്തിലെ ഗുണങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രപഞ്ചരചന നടത്തിയിരിക്കുന്നത് എന്ന് വേദം പറയും. അഭ്യ സംഭൂത പൃഥുവ്യൈ രസാച്ച. ഇത് പുരുഷസൂക്തത്തിലെ മന്ത്രമാണ്. അഭ്യ സംഭൂത പൃഥുവ്യൈ രസാച്ച. അഭ്യ എന്ന് പറഞ്ഞാൽ ജലത്തിലെ, പൃഥുവ്യ എന്ന് പറഞ്ഞാൽ പൃഥ്വിതത്വത്തിലെ, രസാച്ച ഗുണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സംഭൂതമായിരിക്കുന്നു ഈ പ്രപഞ്ചരചന എന്നതിൻ്റെ സാരം. തുടർന്നു പറയും, വിശ്വകർമ്മണ സമവർത്തതാധി. വിശ്വകർമാവ് ഈ സൃഷ്ടിയേക്കാളൊക്കെ ഒരുപാട് അധീകരിച്ചിരിക്കുന്നവനാണ് എന്ന് സാരം. ഇവിടെയോ അമ്മയുടെ പാതാരബിന്ദങ്ങളിലെ ഒരു ധൂളിയിൽ നിന്ന് മാത്രമാണ് ഈ പ്രപഞ്ചമുണ്ടായത്, അമ്മയോ അതിൽ നിന്നൊക്കെ ഒരുപാട് അധികരിച്ചിരിക്കുന്നു എന്ന് ഇവിടെയും സൂചിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നത് താമരയെക്കുറിച്ചാണ്. അതിലേക്ക് വരാം. ജലത്തിൽ കിടക്കുന്ന പൃഥ്വീതത്വത്തിൻ്റെ പ്രതീകമാകുന്ന ചെളിയുടെ രസത്തെയും ജലത്തിൻ്റെ രസത്തെയും സൂര്യനാകുന്ന ആദിത്യനാരായണനിലെ ജ്ഞാനരസത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് വിരിയുന്നതാണ് താമര. ഈ താമരയെ സൃഷ്ടിയുടെ അധിഷ്ഠാനത്തോട് ഉപമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദേവന്മാരുടെയും ദേവിമാരുടെയുമൊക്കെ തൃപ്പാദങ്ങളെ, ആ സൃഷ്ടിയുടെ ആധാരത്തെ താമരയോട് ഉപമിച്ചിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം സാരം. ഇനി നമുക്ക് ഇതിനെ കുറെ കൂടി ആധികാരികതയോട് നോക്കാം. ആദ്യം ജലതത്വം എടുക്കാം. എന്താണ് ജലത്തിൻ്റെ ഗുണം? ചേർക്കാനും സമന്വയിപ്പിച്ച് നിർത്തുവാനുമുള്ളതായ കഴിവ്. ഈ കഴിവിനെ വിളിക്കുന്ന പേരാണ് ജലതത്വം അല്ലെങ്കിൽ ജലരസം. ലളിതമായ ഉദാഹരണമാണ്, വെള്ളം ചേർത്ത് മണ്ണ് കുഴച്ച കലമോ കുടമോ ഒക്കെ ഉണ്ടാക്കാം. അപ്പം ആ മണ്ണിനെ സമന്വയിപ്പിച്ച് അവിടെ നിർത്തിയത് ആ ജലതത്വമാണ്. അരിപ്പൊടിക്കകത്ത് വെള്ളം ചേർത്ത് കുഴച്ചാൽ പുട്ടോ കുഴക്കട്ടയോ ഒക്കെ ഉണ്ടാക്കാം. ആ അരിപ്പൊടിയെ ചേർത്ത് നിർത്തുന്നത് ജലതത്വമാണ്. പക്ഷേ ഈ ജലവും അരിപ്പൊടിയും മണ്ണുമൊക്കെ ദ്രവ്യങ്ങളാണ്, നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരങ്ങളുമാണ്. ദൃഷ്ടിക്ക് ഗോചരമാകുന്നതിനു മുമ്പും ഈ ചേർത്തുവെക്കൽ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം, ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണല്ലോ വെള്ളം ഉണ്ടായത് തന്നെ. ഈ ചേർത്തു സമന്വയിപ്പിച്ചു നിർത്തുന്ന കഴിവിനെ വിളിക്കുന്ന പേരാണ് ജലതത്വം. കുറെ കൂടി ആഴത്തിലേക്ക് പോയാൽ ശാസ്ത്രം പറയുന്നത് ബിഗ് ബാങ് എന്ന് പറയുന്ന എക്സ്പാൻഷനിൽ കൂടി ശക്തി അല്ലെങ്കിൽ എനർജി റിലീസ് ചെയ്തു.
ആ സമയം ഭയങ്കര ചൂടായിരുന്നു. കുറെ തണുത്തു കഴിഞ്ഞപ്പോൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, കുറെ തണുത്തു കഴിഞ്ഞപ്പോൾ ക്വാർക്സ്, ഇലക്ട്രോണുകൾ ഇവ പ്രകടമായി. ക്വാർക്സുകൾ തമ്മിൽ ചേർന്ന് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടായി. അപ്പോൾ അവിടെ ചേരലും സമന്വയവും അവിടെ സംഭവിച്ചിരിക്കുന്നു. പിന്നീട് ഈ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. അവിടെയും ഈ സമന്വയം ഉണ്ടായി. ന്യൂക്ലിയസിനു ചുറ്റും ഇലക്ട്രോൺ കറങ്ങാൻ തുടങ്ങി. അങ്ങനെ ആറ്റമുണ്ടായി. ഈ ആറ്റങ്ങൾ തമ്മിൽ സംയോജിച്ച് മോളിക്യൂൾസ് ഉണ്ടായി. അപ്പോൾ അവിടെയും സംയോജനമുണ്ടായി. ഈ മോളിക്യൂൾസ് ആണ് ദ്രവ്യത്തിൻ്റെ അടിസ്ഥാന ഘടകം. പുരാണങ്ങളിൽ പറയും ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഈ അഞ്ചും ദ്രവ്യ ഊർജമാണ്. ഇതിൻ്റെ കുറെ കൂടി സ്ഥൂലീഭവിച്ചിരിക്കുന്നതാണ് ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്ന് പറയുന്നതായ പഞ്ചഭൂതങ്ങൾ. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളൊക്കെ പ്രകടമാകുന്നതിനു മുമ്പ് തന്നെ ഉള്ള ആ സമന്വയിപ്പിക്കൽ, ആ ചേർക്കൽ, ആ ഗുണത്തെ വിളിക്കുന്ന പേരാണ് ജല തത്വം. അത് ഇപ്പോൾ നമുക്ക് ജലത്തിൽ കൂടി പ്രകടമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് അതിന് ജലതത്വം എന്നുള്ള പേര് കൊടുത്തു. ഈ ചാന്തോക്യ ഉപനിഷത്തിനകത്ത് ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് പറയും, മോനെ നീ 3 ദിവസം ആഹാരം കഴിക്കാതെ കണ്ട് എൻ്റെ അടുക്ക വരണം, പക്ഷെ വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രാണൻ വിഘടിച്ചു പോകും എന്ന് പറയും. അപ്പോൾ ഈ ജീവനെ നമ്മുടെ ശരീരത്തിൽ ചേർത്ത് നിർത്തുന്നതായ, അല്ലെങ്കിൽ സമന്വയിപ്പിച്ച് നിർത്തുന്നതായ ഘടകമാണ് ഈ ജല തത്വം എന്ന് പറയുന്നത്. ദൃശ്യപ്രപഞ്ചം പ്രകടമാകുന്നതിന് മുമ്പ് തന്നെ ഉള്ളതായ ഗുണമാണ്. പൃഥ്വി തത്വത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ്. പഞ്ചഭൂതങ്ങളുടെ പൂർണ്ണ രൂപമാണ് ഈ പൃഥ്വി തത്വം എന്ന് പറയുക. ആകാശ തത്വത്തിൽ ആകാശതത്വം മാത്രം, വായുവിൽ വായുതത്വവും ആകാശതത്വവും, അതുപോലെ അഗ്നിയിൽ അഗ്നിതത്വം, വായുതത്വം, ആകാശതത്വം, ജലത്തിൽ ജലതത്വം, അഗ്നിതത്വം, വായുതത്വം, ആകാശതത്വം, പൃഥ്വിയിൽ പൃഥ്വീതത്വം, ജലതത്വം, അഗ്നിതത്വം, വായുതത്വം, ആകാശതത്വം. അതുപോലെ പൃഥ്വിയിൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം 5 ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പഞ്ചഭൂതങ്ങളുടെ ഒരു പൂർണ്ണമായ സ്വരൂപമാണ് പൃഥ്വീതത്വം എന്ന് പറയുക. ഈ പൃഥ്വീതത്വത്തിൽ അടങ്ങിയിരിക്കുന്നതായ ഗുണങ്ങൾ അത് ഈ പഞ്ചഭൂതങ്ങൾ പ്രകടമാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് 3 ഗുണങ്ങളിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. ത്രിഗുണാത്മികയാണ് മൂലപ്രകൃതി എന്നൊക്കെ പറയുന്നതിൻ്റെ സാരം അതാണ്, ഗുണങ്ങളാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഗുണങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സൂക്ഷ്മപ്രപഞ്ചത്തെ സ്ഥൂലപ്രപഞ്ചമായി വിരചനം ചെയ്യുന്നതായ ദൈവീക ശക്തിയെ വിളിക്കുന്ന പേരാണ് വിരിഞ്ചൻ. ഈ വിരിഞ്ചൻ അമ്മയുടെ പാതാരവിന്ദങ്ങളിലുണ്ടായ പൂമ്പൊടിയിലെ ഒരു ചെറിയ കണത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബ്രഹ്മാണ്ടം വിരചനം ചെയ്തത്. ഇതുപോലെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്, അനേക കോടി വിരിഞ്ചന്മാരുമുണ്ട്. അനേക കോടി ബ്രഹ്മാണ്ഡജനനീ ദിവ്യവിഗ്രഹ, ഈ അനേക കോടി ബ്രഹ്മാണ്ഡങ്ങളുമുണ്ടായത് ഈ ഏകയായിരിക്കുന്ന അമ്മയുടെ പാതാരബിന്ദങ്ങളിലെ പൂമ്പൊടിയിൽ നിന്നുമാണ്. ഇനിയും പൂമ്പൊടിയിലെ ഒരു ചെറു കണത്തിൽ നിന്നുമാണ് ഈ വിശാലമായിരിക്കുന്ന ബ്രഹ്മാണ്ഡത്തെ വിരചനം ചെയ്തിരിക്കുന്നത്. കവി പറയും, ഒരു ചെറു പൂമ്പൊടിയിൽ ഒരു കാടിൻ്റെ ഭാവി ഉറങ്ങിക്കിടക്കുന്നു. ഒരു ചെറു പൂമ്പൊടിയിൽ നിന്നുമല്ലേ ഒരു വൻകാടുണ്ടാകുന്നത്. അതുപോലെ അമ്മയുടെ പാതാരവിന്ദങ്ങളിലെ ഒരു ചെറു പൂമ്പൊടിയിൽ
ഉറങ്ങിക്കിടന്നതായ ഈ ബ്രഹ്മാണ്ഡത്തെ ഇങ്ങനെ വിശാലമായി വിരചനം ചെയ്തു വിരിഞ്ചൻ. അപ്പോൾ സൂക്ഷ്മഭാവത്തിൽ നിന്നും സ്ഥൂലഭാവത്തിലേക്ക് വിരിയുന്നത് സൃഷ്ടിയും, ആ സ്ഥൂലഭാവത്തിൽ നിന്നും സൂക്ഷ്മഭാവത്തിലേക്ക് സങ്കോചിക്കുന്നത്, ചുരുങ്ങുന്നത് സംഹാരവും. ഇനിയും ഈ സൃഷ്ടിയെ വിശേഷിപ്പിക്കുകയാണ്. ബ്രഹ്മാവ് എങ്ങനെയാണ് സൃഷ്ടമാക്കിയത്? അവികലം, ഒരു വികലതയുമില്ലാതെ, കുറവില്ലാതെ കണ്ട്. എല്ലാ സൃഷ്ടികളും പൂർണ്ണമാണ്. ഒരു പയറുമണിയിൽ നിന്നും അനേകം പയറുമണികൾ ഉണ്ടായാലും ആ എല്ലാ പയറുമണികളിലും ആദ്യത്തെ പയറുമണികളിൽ എന്തുണ്ടായിരുന്നോ ആ എല്ലാ സവിശേഷ ഗുണങ്ങളും ഉണ്ടാകും. അനന്തമായ ദിവ്യശക്തിയുടെ ഖനിയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ അറിയുന്നില്ല, അനുഭവിക്കുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ പ്രശ്നം. പൂർണ്ണത നമ്മളിലുണ്ട്, അറിയണം, അനുഭവിക്കണം. ബാഹ്യമായി കാണുന്നതല്ല, ആന്തരികമായി അനുഭവിക്കേണ്ടുന്നതാണ് ഈ അവികലത. തുടർന്നു പറയുന്നു, വഹത്യേനം ശൗരി കഥമപി സഹസ്രേണ ശിരസാം. അനേകം തലകൾ കൊണ്ട് എങ്ങനെയൊക്കെയോ ശൗരി ഈ പ്രപഞ്ചത്തെ വഹിക്കുന്നു. സൃഷ്ടമായതിനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവീക ശക്തിയാണ് വിഷ്ണു. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ചില സ്ഥിര നിയമങ്ങൾ കൊണ്ടാണ്, നാച്ചുറൽ ലോസ്. ഈ സ്ഥിര നിയമങ്ങളെയാണ് ധർമ്മം എന്ന് പറയുക. ഈ ധർമ്മത്തെ പരിപാലിക്കുന്ന, ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്നതായ ശക്തിവിശേഷമാണ് വിഷ്ണു, ധർമ്മ പരിപാലകൻ. സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവയൊന്നും നിലനിൽക്കില്ല. ഉദാഹരണം നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുക. വാതം, പിത്തം, കഫം ഇവയുടെ സന്തുലനാവസ്ഥയിലാണ് രോഗമില്ലാതെ കണ്ടിരിക്കുന്നത് എന്ന് ആയുർവേദം പറയും. ഈ സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ രോഗികളായി പോകും. ഈ സന്തുലനാവസ്ഥയെ നിലനിർത്തുന്നതായ ദൈവീക ശക്തിയെയാണ് ആയുർവേദം ധന്വന്തരീമൂർത്തിയായ വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മളുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഏതെല്ലാം തലങ്ങളിലൊക്കെ ഏതൊക്കെ രീതിയിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ ആരോഗ്യത്തോടു കൂടി നിലനിൽക്കുന്നത്? ആർക്കറിയാം? എല്ലാം സുവ്യക്തമാണോ ആധുനിക ശാസ്ത്രത്തിനു പോലും? അല്ലല്ലോ. കഥമപി സഹസ്രേണ ശിരസാം. നമ്മുടെ ഉള്ളിലുള്ളത് പോലും നമുക്കറിയുന്നില്ല. അനേകം തലങ്ങളിൽ നമുക്ക് അവ്യക്തമായിട്ട് നടക്കുന്ന രാസപ്രക്രിയയുടെ എല്ലാം ഫലമായിട്ടല്ലേ ആരോഗ്യത്തോടുകൂടി സമതുലിതാവസ്ഥയിൽ നമ്മൾ ജീവിച്ചു പോകുന്നത്? കഥമപി സഹസ്രേണ ശിരസ. ബാഹ്യലോകത്തിലേക്ക് നോക്കിക്കേ. ഈ സൂര്യനെ വിളിക്കുന്നത് വിഷ്ണു എന്ന. ഭൂമിയിൽ നിന്നും വെള്ളം വലിച്ചെടുത്ത് നീരാവിയാക്കി മഴ പെയ്യുന്നു. മഴയിൽ നിന്നും നമുക്കെല്ലാം സസ്യങ്ങൾ മുളച്ച് അന്നമുണ്ടാകുന്നു. അന്നം ഭക്ഷിച്ച് നമ്മൾ ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു. ഈ അന്നം നമ്മുടെ ഉള്ളിൽ പശിപ്പിക്കുന്നതും വൈശ്വാനരാജ്ഞിയായിരിക്കുന്ന വിഷ്ണുവാണ്. ആ വിഷ്ണു തന്നെ ചംക്രമണം നടത്തുന്നു, സപ്തധാതുക്കളെ നിർമ്മിക്കുന്നു, എന്നിട്ട് പരിപാലിച്ചു കൊണ്ടുപോകുന്നു. ഈ സപ്തധാതുക്കളിലെ ശുക്ലം തന്നെ വീണ്ടും സന്താനങ്ങളായിട്ട് പോകുന്നു. അങ്ങനെ ആ സൃഷ്ടിയെ അങ്ങനെ പരിപാലിച്ച് തന്നെ കൊണ്ടുപോകുന്നു വിഷ്ണു. സസ്യങ്ങളിലേക്ക് നോക്കിക്കേ. സൂര്യപ്രകാശത്തിൽ കൂടി അത് അന്നം പാകം ചെയ്യുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡിനെ അത് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഓക്സിജനെ നമുക്ക് തരുന്നു. ഇങ്ങനെ അന്തരീക്ഷത്തിലെ വാതകത്തിൻ്റെ സന്തുലിതാവസ്ഥ ചെയ്യുന്നതും ഈ സൂര്യസഹായമാകുന്ന വിഷ്ണുവിൽ കൂടിയാണ്. ഇങ്ങനെ എത്ര തലങ്ങളിൽ കൂടി, നമുക്ക് അവ്യക്തമായിരിക്കുന്ന തലങ്ങളിൽ കൂടി, കഥമപി അനന്തം മാർഗങ്ങളിൽ കൂടി സഹസ്രേണ ശിരസ വിഷ്ണു ഈ പ്രപഞ്ചത്തെ പരിപാലിച്ചു കൊണ്ടുപോകുന്നു. ഒരു സമൂഹം നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് അവന് ആഹാരവും വെള്ളവും വായുവും മാത്രം പോരാല്ലോ, ധർമ്മബോധം കൂടി ഉണ്ടാകണം. അതുകൊണ്ട് കാലാകാലങ്ങളിൽ ഈ ധർമ്മബോധം ജനഹൃദയങ്ങളിൽ പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടി അവതാര പുരുഷന്മാരായിട്ട് വരുന്നതും ഈ വിഷ്ണു തന്നെയാണ്. കഥമപി സഹസ്രേണ ശിരസാം. അധർമ്മമേ ഇല്ലാത്തതായ ഒരു ലോകം ഒരിക്കലും ഉണ്ടാകത്തില്ല. രോഗമേ ഇല്ലാത്തതായ ഒരു രോഗം
ഒരു ലോകം ഒരിക്കലും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ധർമ്മവും അധർമ്മവും അതൊരു ബാലൻസിങ്ങിൽ പോകുക എന്നുള്ളതാണ്, സമതുലനം ചെയ്തു പോകുക എന്നുള്ളതാണ്. ഇങ്ങനെ സമതുലനം ചെയ്ത് സൃഷ്ടിയെ സംരക്ഷിക്കുന്ന ദൈവീക ശക്തിയെ വിളിക്കുന്ന പേരാണ് വിഷ്ണു. അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ എന്ന് ആർക്കും സുവ്യക്തമല്ല. അതുകൊണ്ട് കഥമപി സഹസ്രേണ ശിരസ. തുടർന്ന് പറയുകയാണ്, ഹര സംക്ഷുദ്ധ്യൈനം ഭജതി ഭസിതോദ്ധൂളന വിധി. ഹരൻ സംക്ഷുതം ചെയ്യുന്നു, പൊടിക്കുന്നു, ഏനം ഏതിനെ, ഈ പ്രപഞ്ചത്തെ. എന്നിട്ട് ഭസിത ഉദ്ധാളന വിധി, ഭസ്മധാരണത്തെ ഇവിടെ അനുഷ്ഠിക്കുന്നു. പ്രപഞ്ചത്തിൽ ഒന്നും നശിക്കുന്നില്ല, പൂർവാവസ്ഥയെ പ്രാപിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ സ്ഥൂലാവസ്ഥയിൽ നിന്നും സൂക്ഷ്മാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ദൈവീക ശക്തിയാണ് ഹരൻ. അടുത്ത സൃഷ്ടിക്ക് വേണ്ടിയുള്ള കളമൊരുക്കലാണ് ശിവൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹരൻ ചെയ്യുന്നത്. ഒരു വസ്തു അതുപോലെ തന്നെ നിലനിന്നാൽ അത് മറ്റൊരു രൂപത്തെ പ്രാപിക്കാൻ പറ്റില്ല. ഉദാഹരണം, പൂവെന്ന അവസ്ഥ സംഹരിക്കപ്പെടാതെ കണ്ട് കായ എന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടില്ല. അപ്പോൾ പൂവെന്ന അവസ്ഥയെ വിഘടിപ്പിച്ച് സംഹരിച്ച് കായ എന്ന അവസ്ഥയ്ക്ക് ജന്മം കൊടുക്കുവാനുള്ള കളമൊരുക്കുന്നവനാണ് ഈ ഹരൻ. ഇതുപോലെ ബാക്കി എല്ലാ വിഷയങ്ങളെയും കണ്ടുകൊള്ളുക. നമ്മുടെ ശരീരത്തിൽ തന്നെ പഴകിയതും കേടായതുമായ കോശങ്ങൾ അവ സ്വയം നശിക്കുക ചെയ്യുക, ഇല്ലെങ്കിൽ അത് ക്യാൻസർ പോലുള്ളതായ രോഗങ്ങൾക്ക് കാരണമാകും. ഇതൊരു സംഹാര ശക്തിയാണ്. ഇതുപോലെ വിഘടിപ്പിക്കുന്നത് മാത്രമല്ല, ശുദ്ധമാക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ ഹരൻ. എങ്കിലേ നമുക്ക് രോഗമില്ലാതെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ഹരൻ മൃത്യുഞ്ജയനും കൂടിയാകുന്നതേ. ഇങ്ങനെ വിഘടിപ്പിക്കുവാനും ശുദ്ധമാക്കുവാനുമെല്ലാം ഊർജം വേണം. ഈ ഊർജത്തെയാണ് അഗ്നി എന്ന് വിശേഷിപ്പിക്കുന്നത്. ശുദ്ധമാക്കുകയും വിഘടിപ്പിക്കുകയും ചെയ്യുന്ന ഊർജത്തെയാണ് അഗ്നി എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ശിവൻ തൻ്റെ നേത്രാഗ്നിയിൽ ഇവയെല്ലാം ദഹിപ്പിക്കുന്നു എന്ന് ആലങ്കാരികമായിട്ട് പുരാണങ്ങൾ പറയും. ഇനിയും പുരാണങ്ങൾ പറയും, ബ്രഹ്മാവ് ഉറങ്ങാൻ പോകുമ്പോൾ പിന്നെ സൃഷ്ടിയൊന്നും നടക്കത്തില്ലല്ലോ. അങ്ങനെ ബ്രഹ്മാവ് ഉറങ്ങാൻ പോകുന്ന സമയം പ്രളയമാണ്. അപ്പോൾ ഇതെല്ലാം വിഘടിച്ചു പൂർവാവസ്ഥയെ പ്രാപിക്കുന്നു. എന്നിട്ട് ശിവനോട് തന്നെ ചേരുന്നു, അല്ലെങ്കിൽ ആ ബ്രഹ്മത്തോട് ചേർന്ന് നിൽക്കുന്നു. അതിനെ ഇവിടെ ആലങ്കാരികമായിട്ട് പറയുന്നതാണ് ശിവൻ ഭസ്മധാരണ വിധിയെ അനുഷ്ഠിക്കുകയാണ് എന്ന്. അത് കാവ്യ പ്രയോഗമാണ്. അവിടെയും അടുത്ത സൃഷ്ടിക്ക് വേണ്ടിയുള്ളതായ ഒരു തയ്യാറെടുപ്പാണ്. എല്ലാത്തിനും ഒരിടവേള വേണം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഇടയിൽ ഒരു നിശ്ചലത, ഒരു ഇടവേള നമുക്ക് കാണാൻ പറ്റും. ശ്വാസത്തെ തന്നെ നോക്കി, ശ്വാസം എടുത്തു, അത് വിടുന്നതിന് മുമ്പ് ഒരു നിശ്ചലതയുണ്ട്. വീണ്ടും അടുത്ത ശ്വാസം എടുക്കുന്നതിന് മുമ്പ് ഒരു നിശ്ചലതയുണ്ട്. ഇങ്ങനെ എല്ലാ എടുക്കലിൻ്റെയും വിടലിൻ്റെയും ഇടയിൽ നിശ്ചലത ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിൻ്റെയും ഇടയിൽ ഒരു നിശ്ചലത അല്ലെങ്കിൽ ഒരു പ്രളയം നമുക്ക് പ്രകൃതിയിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചമെല്ലാം ലയിച്ചടങ്ങുന്ന ഒരു മഹാപ്രളയവും ഉണ്ടായേ മതിയാകൂ എന്നതാണ് ഋഷി വാക്യം. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എന്താ സംഭവിക്കുക? ആ സമയത്ത് ഈ ഹരനിൽ തന്നെ ഇതെല്ലാം വിഘടിച്ച് ചേരുന്നു. അതിനെ ഭസ്മ ധാരണവിധിയെ അനുഷ്ഠിക്കുന്നു ഹരൻ എന്ന് കാവ്യാത്മകമായി പറയുകയാണ്. അതാണ് ഹരസംക്ഷുദ്ധ്യൈനം ഭജതി ഭസിതോ ധൂളന വിധിം എന്ന് പറയുന്നതിൻ്റെ സാരം. അപ്പോൾ അങ്ങനെ ഈ 4 വരികളിൽ കൂടി ഒരുപാട് ആശയങ്ങളെ വ്യക്തമാക്കുന്നുണ്ട്. ഈ സ്തോത്രം ആവർത്തിച്ച് ജപിച്ചു കഴിഞ്ഞാൽ പ്രകൃതിജയം സാധ്യമാകും എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. ആവർത്തിച്ച് ജപിക്കുക, എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ നേരത്തെ ജലതത്വം, അതുപോലെ പൃഥ്വിതത്വം അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ്, അതിൻ്റെ രസത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രപഞ്ചരചന നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് നമ്മൾ ഈ ക്വാർട്സും മോളിക്യൂൾസും ഒക്കെ ഉണ്ടാകുന്ന രീതിയൊക്കെ പറഞ്ഞു. ഇതിനെയൊക്കെ ആധുനിക ശാസ്ത്രത്തിലൊക്കെ പറയുന്നത് വേറെ പേരുകളായിരിക്കും. പക്ഷേ ആശയം ഒന്ന് തന്നെയാണ്, തത്വം ഒന്ന് തന്നെയാണ്.
നമ്മുടെ ഭാഷ വേറെ, ആധുനിക ശാസ്ത്രത്തിൻ്റെ ഭാഷ വേറെയാണ്. അങ്ങനെ ഭാഷയുടെ വ്യത്യാസമേ ഉള്ളൂ, അല്ലെങ്കിൽ പേരുകളുടെ വ്യത്യാസമേ ഉള്ളൂ, ആശയം ഒന്ന് തന്നെ ആയിരിക്കും എന്നുകൂടി പ്രത്യേകം അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഹരി ഓം. ലളിതാ പരമേശ്വരിയുടെ കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. തനീയാം സംപാംസും തവ ചരണ പങ്കേരുഹഭവം വിരിഞ്ചി സഞ്ചിന്വൻ വിരചയതി ലോകാനവികലം വഹത്യേനം ശൗരിഃ കഥമപി സഹസ്രേണ ശിരസാം ഹരസംചുദ്യൈനം ഭജതി ഭസിതോദ്ധൂളനവിധിം. ഹരി ഓം.